റിയൽമിയുടെ റിയൽമി നാർസോ 75G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ ചില ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി നാർസോ 75G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ മീഡിയാടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സറായിരിക്കും വരിക. മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള റിയൽമി P1 എന്നുള്ള ഫോണിലും ഇതേ സെയിം പ്രോസസ്സറൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ആൻഡ്രോയിഡ് 14 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ കൺഫേം ആയിട്ടുള്ള മറ്റു കാര്യങ്ങൾ AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ 4356 mm² വേപ്പർ ചേമ്പർ കൂളിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരും. പിന്നെ സർക്കുലർ ഡിസൈനിൽ വരുന്ന ഒരു ക്യാമറ മോഡ്യൂൾ ആയിരിക്കും ഫോണിന്റെ ബാക്കിൽ വരിക. ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വന്നേക്കാം. 50 MP മെയിൻ ക്യാമറ സെൻസറൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള ചില കാര്യങ്ങൾ. പിന്നെ വില 15,000 രൂപയ്ക്ക് താഴെയായിരിക്കും വരിക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ അടുത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള റിയൽമി P1 എന്ന സ്മാർട്ട് ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ റിയൽമി P1 വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റിയൽമി നാർസോ 75G എന്ന ഫോണിൽ 6.6 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വന്നേക്കാം. നേരത്തെ പറഞ്ഞു AMOLED ഡിസ്പ്ലേ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നേക്കാം. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പീക്ക് ബ്രൈറ്റ്നസ് 2000 നിറ്റ്സ് വരെ വന്നേക്കാം. പിന്നെ IP54 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. LPDDR4X റാമും UFS 3.1 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞു മീഡിയാടെക് ഡിമെൻസിറ്റി 7050 എന്ന പ്രോസസ്സറായിരിക്കും ഇതിൽ വരിക. പിന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നേക്കാം. 3.5mm ഓഡിയോ ജാക്ക് വരുന്നതായിരിക്കും. പിന്നെ ക്യാമറയുടെ കാര്യത്തിൽ 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഇതിൽ വരിക. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ 2 MP ഒരു ഡെപ്ത് സെൻസറും വന്നേക്കാം. ഫ്രണ്ടിൽ 16 MP സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ 24 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതായത് നാളെ ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. വിലയുടെ കാര്യം നമ്മൾ പറഞ്ഞു 15,000 രൂപയ്ക്ക് താഴെ ആയിരിക്കുമെന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. പക്ഷേ മിക്കവാറും അത് ഓഫറൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പ്രൈസിംഗ് ആയിരിക്കും. പിന്നെ റിയൽമി P1 എന്നുള്ള സ്മാർട്ട് ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോണും ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെ ലോഞ്ച് ചെയ്തേക്കാം. ഓഫർ കഴിഞ്ഞിട്ട് 15,000 രൂപയ്ക്ക് താഴെയും ഈ ഫോണിൽ ലഭിച്ചേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്തായാലും റിയൽമി നാർസോ 75G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.